ജീവിതത്തിൽ താൻ അനുഭവിച്ച ട്രോമയെക്കുറിച്ച് പറഞ്ഞുള്ള കിച്ചു സുധിയുടെ വീഡിയോ ഇതിനകം 4 ലക്ഷത്തിലേറെ പേരാണ് കണ്ടിരിക്കുന്നത്. ഓൺലൈൻ മീഡിയ മാത്രമല്ല, മനോരമ തുടങ്ങിയ മുഖ്യധാരാ മാധ്യമങ്ങൾ വരെ ഈ വെളിപ്പെടുത്തലുകൾക്ക് വാർത്താ പ്രാധാന്യം നൽകി. മിമിക്രി കലാകാരനായ കൊല്ലം സുധിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകനാണ് കിച്ചു എന്ന വിളിപ്പേരുള്ള രാഹുൽ. കിച്ചുവിനെ സ്വന്തം മകനായാണ് കാണുന്നതെന്ന് സുധിയുടെ മറ്റൊരു ഭാര്യയായ രേണു പറഞ്ഞിരുന്നു. പരിചയപ്പെട്ട കാലത്ത് തന്നെ സുധിച്ചേട്ടൻ അവൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അന്നു മുതൽ അവനെ നല്ല രീതിയിലാണ് നോക്കുന്നത് എന്നായിരുന്നു രേണു പറഞ്ഞത്. ഇപ്പോഴിതാ താൻ അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ കിച്ചുവിൻ്റെ വീഡിയോ പുറത്തു വന്നതോടെ ബ്ലോഗേഴ്സ് എല്ലാം രേണുവിനെതിരെയും സുധിക്കെതിരെയും രംഗത്തെത്താൻ തുടങ്ങി. സുധി മരിച്ചുപോയ മനുഷ്യനാണ്, എന്നാൽ പറയാതിരിക്കാനാവില്ല. എന്തൊരച്ഛനാണ് കൊല്ലം സുധി. ഒരച്ഛൻ, 3 അമ്മ, അങ്ങനെ വളർന്ന കിച്ചുവിൻ്റെ ട്രോമ എത്രത്തോളമായിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ ഊഹിക്കുന്നതിനും അപ്പുറത്താണ് അവൻ്റെ അനുഭവങ്ങളെന്ന് അവർ പറയുന്നു. അച്ഛൻ മദ്യപാനി, അച്ഛനും അമ്മയും തമ്മിലടി, അതിനിടയിൽ അമ്മ മറ്റൊരാളോടൊപ്പം പോകുന്നു. അച്ഛൻ കടം വാങ്ങി മദ്യപാനം. ഈ ഫാമിലി സെറ്റപ്പിൽ വളരുക എന്ന് പറഞ്ഞാൽ തന്നെ ഒന്ന് ഓർത്തു നോക്കൂ. അന്നത്തെ അനുഭവങ്ങളുടെ ട്രോമ അവനെ വിട്ടുപോകുന്നില്ല. അതെല്ലാം ഇന്ന് പറയേണ്ടി വരുന്നൊരു ഗതികേടുണ്ടല്ലോ. ആ പയ്യൻ എന്ത് ചെയ്യുമെന്ന് ഓർത്തായിരുന്നു സുധിയുടെ മരണം അറിഞ്ഞവരെല്ലാം വിഷമിച്ചത്. മരിക്കുന്നതിന് മുൻപുള്ള അദ്ദേഹത്തിന്റെ ജീവിതം അടപടലം ദുരന്തമായിരുന്നു. ഇങ്ങനെയൊരു പിതാവ്, കുത്തഴിഞ്ഞ ജീവിതം, സ്വന്തം അമ്മയെ കണ്ട ഓർമ്മ പോലുമില്ല. പിന്നെ വന്നവർ റിജക്റ്റ് ചെയ്യുന്നു. അവന്റെ ഒരു അവസ്ഥ ആലോചിക്കുമ്പോൾ തന്നെ സങ്കടമാവുന്നു എന്നാണ് പ്രതികരണങ്ങൾ. മുൻകാലങ്ങളിൽ ലഹരിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. തെറ്റാണെന്ന് മനസ്സിലാക്കിയതോടെയാണ് അതിൽ നിന്നും മാറിയതെന്നും, എന്നാൽ ഇന്നും അതേ കണ്ണോടെയാണ് പലരും തന്നെ കാണുന്നതെന്ന് നിറകണ്ണുകളോടെ കിച്ചു വീഡിയോയിൽ പറയുന്നു. അന്നത്തെ സാഹചര്യം അത്രയും മോശമായിരുന്നു. ഒറ്റപ്പെടലിൽ സംഭവിച്ചു പോയതാണ്. രേണു വന്ന ശേഷം അച്ഛനോട് മിണ്ടാനോ സ്നേഹം പ്രകടിപ്പിക്കാനോ സാധിച്ചിരുന്നില്ലെന്നും ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നുവെന്നും ആ ഒരു ഘട്ടം എത്തിയപ്പോൾ ലഹരിക്ക് അടിമപ്പെട്ടു. കിച്ചുവിന്റെ ജനനശേഷം അമ്മ ശാലിനി സുധിയെ ഉപേക്ഷിച്ച് മറ്റൊരാൾക്കൊപ്പം ജീവിതം ആരംഭിച്ചു. പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം സുധി വീണ്ടും വീണ എന്നൊരു സ്ത്രീയെ വിവാഹം ചെയ്തു. എന്നാൽ അവർക്ക് കിച്ചുവിനെ ഇഷ്ടമായിരുന്നില്ല. ഒരു ബാധ്യതയായാണ് കരുതിയിരുന്നത്. അച്ഛനെ വീണ തന്നിൽ നിന്നും അകറ്റിയിരുന്നുവെന്നും കാണാൻ പോലും കിട്ടാറില്ലായിരുന്നുവെന്നും കിച്ചു പറയുന്നുണ്ട്. സ്വന്തം അമ്മ എന്ന് പറയുമ്പോൾ അവനൊരു ഇമോഷണൽ ഫീലിങ്സ് ഉണ്ട്. എന്നാൽ രേണു എന്ന് പറയുമ്പോൾ തന്നെ പരിഹാസമാണ്. കിച്ചു എന്നെ എപ്പോഴും വിളിക്കാറുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ കിച്ചു അവരെക്കുറിച്ച് പറയുമ്പോഴുള്ള ഭാവത്തിലുണ്ട് എല്ലാം. ചെറിയ പ്രായത്തിൽ കിച്ചു ഇത്രയും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കാരണം കൊല്ലം സുധിയാണെന്ന് തന്നെ പറയേണ്ടി വരും. സ്റ്റേജിൽ ആളുകളെ ചിരിപ്പിക്കുന്നുണ്ടാവാം, അതയാളുടെ ജോലിയാണ്. എന്നാൽ ഒരു പിഞ്ചു ബാലന് പേഴ്സണൽ ലൈഫിൽ ഇത്രയും ട്രോമ കൊടുത്തൊരാൾ കൂടിയാണ്. എന്നാൽ അച്ഛൻ്റെ വീട്ടുകാർ അവനെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. അതാണ് ഏക സമാധാനം. കണ്ണടച്ചാൽ അച്ഛൻ്റെ മുഖമാണ്. ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ആ വീട്ടിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. നീ എവിടെയാ, കഴിച്ചോ എന്ന് ചോദിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. അച്ഛൻ്റെ ചടങ്ങുകളൊക്കെ ചെയ്യാൻ കൊല്ലത്ത് പോയിരുന്നു. ഇനി ഇവിടെ നിന്ന് പഠിച്ചോട്ടെ എന്ന് ചോദിക്കാൻ പേടിയായിരുന്നു. ആരോടും മിണ്ടാൻ പോലും പേടിയായിരുന്നു. റബ്ബറിന്റെ ജോലിക്ക് പോവുമായിരുന്നു. അത് കണ്ട് വല്യമ്മയാണ് ഇനി ഇങ്ങോട്ടേക്ക് പോരൂ എന്ന് പറഞ്ഞതെന്ന് കിച്ചു പറയുന്നു. അച്ഛൻ മരിച്ച ഷോക്കിൽ നിൽക്കുന്ന മകനെയും കൊണ്ട് യാത്ര ചെയ്യുന്നതിനിടെ അവർ കാണിച്ചത് വളരെ മോശം കാര്യമാണ്. 5 സ്റ്റാർ ഹോട്ടലിൽ കയറുന്നു. അച്ഛൻ്റെ മരണവാർത്ത ഫോണിൽ കാണിക്കുന്നു. ആ സമയത്തുള്ള മാനസികാവസ്ഥ ഓർത്തിട്ടുണ്ടോ? നീ നന്നായി വളരുകയും ജീവിക്കുകയും ചെയ്യണം. നിന്റെ ട്രോമകളൊക്കെ പറഞ്ഞ് തീർക്കുക എന്നുമായിരുന്നു ഒരു വ്ലോഗറായ സായി കൃഷ്ണ പറഞ്ഞത്. എന്തൊക്കെ ചെയ്താലും വിഷമം വന്നാലും എനിക്ക് അച്ഛനെ വിളിക്കാമായിരുന്നു. ആ ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നു. ഇടയ്ക്ക് ഞങ്ങൾ വഴക്കൊക്കെ കൂടിയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും ഒന്നാവും. അങ്ങനെയായിരുന്നു. അച്ഛനായിരുന്നു എൻ്റെ ജീവിതത്തിലെ എല്ലാമെന്നും കിച്ചു പറയുന്നു.